ഇപ്പോൾ ആദ്യമായി നമുക്ക് ഒരു ഫീമെയിൽ വോയിസിലൂടെ തന്നെ തുടങ്ങാം. ഓക്കെ ഓക്കെ, ഒരു പ്രേതമാണ്, പ്രേതഗാനമാണ് കേട്ടോ. ആ ശരി. ഓക്കെ ഓക്കെ, എന്താണ് അടുത്തത്? വീണ്ടും അടുത്തതായിട്ട് ഈ ഗാനം കേട്ട് നമ്മുടെ ഇടയിലേക്ക് എത്തുകയാണ് പത്മശ്രീ കമലഹാസൻ. ഓക്കെ, കമലഹാസൻ ലൈവായിട്ട് വരികയാണ്. ശരി. எல்லோருக்கும் வணக்கம். வணக்கம். பொதுவாக நான் இடைக்கன்றும் சென்று பேசுறதே கிடையாது. இன்னைக்கு இங்கே வந்திருக்க அப்படின்னா சத்தியமாக உங்கள் அனைவரையும் பார்ப்பதற்காகவும் பேசுறதுக்காகவும் மட்டும்தான். எங்கே நிற்கும்போது எனக்கு கிட்டத்தட்ட 20 வருடங்கள் முன்னாடி போன மாதிரி இருக்கு. அதெல்லாம் பேசிட்டே இருக்கலாம். ரொம்ப நன்றி, വണക്കം. അപ്പോൾ ഈ കമലഹാസൻ അഭിനയം മാത്രമല്ല പാട്ടും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പാടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കമലഹാസനും ജാനകിയമ്മയും ചേർന്നുള്ള ഒരു ഗാനത്തിൽ കൺമണി അன்போட காதலன் நான் எழுதும் கடிதாசு லெட்டர்ஸ் கடிதமே போட்டுக்கோ படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. அந்த பாட்டை படிச்சுட்டியா? அடுத்தது பொன்மணி போட்டுக்கோ. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியமே. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. ஒன்று நினச்சி பார்க்கும்போது கவிதை 6 ரூபாய் மாதிரி கொட்டுது. ஆனால் எழுதும் போது தான் உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது. അതേതാ അഭിറാമി. പൊളിച്ച് അല്ലേ, സൂപ്പർ. അത് മെയിലും ഫീമെയിലും ആ പെട്ടെന്ന് ട്രാൻസിഷൻ വന്നിട്ട് പോലും നമുക്ക് അത് ഫീൽ ചെയ്യാണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ എത്തുകയാണ് വീണ്ടും തമിഴകത്തുനിന്ന് തന്നെ വില്ലൻ പ്രകാശ് രാജ്. ഓക്കെ ഓക്കെ. ചലോ I love you, Dad. அழமாட்டேன். அழுந்தா தூக்கம் வெளியே போயிடும். தூக்கம் வெளியே போகக்கூடாது. உள்ளே இருந்து கரைச்சிக்கே எச்சலோ I love you, டா. താങ്ക് യു. വെരി ഗുഡ്. അപ്പോൾ വീണ്ടും ഒരു ഗാനവുമായി എത്തുകയാണ് നമ്മുടെ മൺമറഞ്ഞു പോയ കറുത്തുമുത്ത് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ്റെ ഒരു എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാകില്ലേ? കൂട്ടിന് ഞാനും വന്നോട്ടെ. വീണ്ടും തമിഴകത്തുനിന്ന് വീണ്ടും വരികയാണ് വിജയ്, ഇളയ ദളപതി വിജയ്. மியூசிக்கை பற்றி எனக்கு என்ன தெரியுமா? விட்ரக்கணுமை பற்றி தெரியல. ஹே, தமிழ்நாட்டில் என்னை பார்த்து யாருன்னு கேட்டுற போது ஆள் நீ தான் உன தனியாக கவனிச்சுக்கிறேன்னா போய் சொல்லுங்க ராஜேந்திரன். எங்க எல்லாரும் எனக்கு மாமனுங்க மச்சனுங்க. அவனுக்குண்ணா அவனுக்கு. അടിപൊളി. വിജയ് പാടുന്നുണ്ടോ ഇനി? വിജയ് പാടുന്നില്ല. വിജയ് ആണെങ്കിൽ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. വിജയ് കൊണ്ടും കൂടി ഇനി അടുത്ത പ്രാവശ്യം പാടിക്കണം കേട്ടോ. തീർച്ചയായിട്ടും വിജയ് അടുത്ത പ്രാവശ്യം പാടുന്നതായിരിക്കും. വീണ്ടും വിജയ് വന്നു കഴിഞ്ഞാൽ അടുത്ത് സിംഗം സൂര്യ ആയിരിക്കും. സിംഗം സൂര്യയിലേക്ക് നമുക്ക് പോകാം. அப்பா இப்போ யார் மேலே கம்ப்ளைண்ட் போட போகிறேன்? காக்கா வரல, கரடு மேலையா? கரடு மேலே கம்ப்ளைண்ட் போட்டுட்டா அது கையில் பிடிக்க முடியாது, உள்ள தள்ள முடியாது. டொண்டு செய் காக்கா மேலே கம்ப்ளைண்ட் கொண்டு நல்லா பிடிப்பார் காக்கா. താങ്ക് യു. അപ്പോൾ വീണ്ടും മലയാളത്തിൽ നിന്ന് ഒരാൾ എത്തുകയാണ്. നമ്മുടെ നെൽസൺ ചേട്ടൻ്റെയൊക്കെ സുഹൃത്തായ നോബി ചേട്ടൻ്റെ വോയിസ് ചെയ്യാൻ ശ്രമിക്കും. അളയാ എടാ സാബു അടട്ട പൊണ്ണ ചിരിച്ച് പണി തീർന്നിട്ട് ഞാനവിടെ വിളിച്ചപ്പോഴേ അവൻ പറയാണ്ട് വെഞ്ഞാറം വീട് മലക്കറി മേടിക്കാൻ നിൽക്കണം. എൻ്റെ പൊണ്ണ നീക്കുവാ വിറ്റാണെന്നാ വിറ്റ്. താങ്ക് യു. അപ്പോൾ വീണ്ടും തമിഴകത്തുനിന്ന് എത്തുകയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്. பெரியவங்களே, தாய்மார்களே, என்னை வாழ்வத்துக் கொண்டிருக்க தமிழ் ரசிகம் மக்களே,
வேணா ஃபோன் பண்ணி சொன்னாங்க இந்த மாதிரி ஒரு திருவிழாவுக்கு நீங்கள் வரணும். நான் சொன்ன வர முடியாது, உடம்பு சரியில்லை, ட்ராவலிங் ஆகாது, நீங்கள் வந்தால் மட்டும் போதும். கண்ணா மேக்கப் போடாத பிகரும் பஞ்சரட்டாத டயரும் ரோட்டில் வந்து சரித்திரமே கிடையாது. കബാലിടാ. Thank you. അപ്പോൾ അടുത്ത ഒരു ഗാനവുമായി എത്തുകയാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് അദ്ദേഹം ഒരു ഗാനവുമായി എത്തുന്നു. ഓക്കെ ഓക്കെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓ സൂപ്പർബ്, ഗംഭീരായിരുന്നു, അസൽ. താങ്ക് യു.